ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ കൊളുത്തിയിട്ട് രാവിലത്തെ പരിപാടി അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ. അപ്പോൾ രാവിലെ ഇത്ര സാധനം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 1.5 മുറി ബീട്രൂട്ടും ഒരു സവാളയും ഒരു പച്ചമുളകും വെച്ചിട്ടാട്ടോ ഞാൻ ഈ തോരൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അതിനിടയ്ക്ക് അമ്മ എനിക്ക് ചായ കൊണ്ട് തന്നെയാണ് ഞാൻ ചായ കാണിച്ചത്. അപ്പോൾ നമുക്ക് ആ തോരന് ഞാൻ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അരപ്പന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിതൊന്നും ചതച്ചെടുക്കുമായിരുന്നല്ലോ. ഇപ്പം നമ്മൾ ഈ ഇരട്ടിപ്പണിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടി ഇടുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ചതയ്ക്കാനും പിടിക്കാനൊന്നും പോക്കാൻ ആർക്കാ സമയമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് അരപ്പൊക്കെ കൂട്ടിയിട്ട് അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടിയിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കാരണം ബീട്രൂട്ട് ഇച്ചിരി വേവുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലോട്ടാണെങ്കിൽ ഇഡലിക്കുള്ളത് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ 2 ആൾക്കാരായിട്ട് ഇഡലി വേണ്ടവരുണ്ട്, ദോശ വേണ്ടവരുണ്ട്. അതുകൊണ്ട് ഫുള്ള് ഇഡലിയും ഫുള്ള് ദോശയാക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പിള്ളേർക്ക് എന്തായാലും ഇഡലിയാണ് വേണ്ടത്. പിന്നെ ഏട്ടന് അങ്ങനെ വലിയ നിർബന്ധമില്ല. അമ്മയ്ക്കാണെങ്കിൽ ദോശ മതി. അപ്പം പിന്നെ പല പല ഘട്ടങ്ങളായിട്ടാട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ രാവിലെ എളുപ്പപ്പണിയാണല്ലോ ഇഡലി. അപ്പോൾ ഏട്ടനും മക്കൾക്കുള്ള അങ്ങ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇഡലി വെന്തിട്ടുണ്ട്, ആദ്യത്തെ തട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ദോശയാക്കിയോ അല്ലെങ്കിൽ ഇഡലിയാക്കിയോ എനിക്കും അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചമ്മന്തിക്കുള്ളതാണേ. ചമ്മന്തിയുടെ കറിവേപ്പിലയും നമ്മൾ കുടങ്ങലിൻ്റെ ഇല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. കുടങ്ങലിൻ്റെ ഇലയും കുറച്ച് ഉള്ളിയും പച്ചമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ, ഉപ്പും പുളിയും അതുകൂടെ ഇട്ടിട്ട് ചമ്മന്തിയും ഇട്ടു. അതുകൊണ്ട് ഏട്ടന് ഞാൻ ചോറ് വിളമ്പി കൊടുക്കാം കേട്ടോ. ഏട്ടൻ്റെ ചോറ് പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഏട്ടന് ചോറും വിളമ്പി അതിനടുത്തോട്ട് ഈ ബീട്രൂട്ട് തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തോരനൊക്കെ ഞാൻ അധികം ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം ചോറ് കുറഞ്ഞാലും കുഴപ്പമില്ല, കറിയും കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇപ്പം കൊണ്ടുവന്നതാകുമ്പം ഉച്ചയ്ക്ക് ചോറിന് കൊടുത്തു വിടുന്നതാകുമ്പോൾ ഒന്നും കളയാതെ കഴിച്ചോളും. കാരണം ആ സമയത്ത് ഉച്ചയ്ക്ക് നല്ല വിശന്നിരിക്കുമ്പോഴാണല്ലോ ഇത് തുറക്കുന്നത്. അതുകൊണ്ട് പിന്നെ കഴിച്ചോളൂ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചമ്മന്തിയുണ്ട്, പിന്നെ നമ്മുടെ ചീമപ്പുള്ളിയുടെ അച്ചാറും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇടുന്ന ചീമപ്പുള്ളിയുടെ അച്ചാർ ഇടുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടവരുന്ന് കൊണ്ട് കണ്ടു നോക്കണേ. പിന്നെ ഏട്ടന് സ്ഥിരമായിട്ടാണെങ്കിൽ ഒരു മുട്ട അല്ലെങ്കിൽ മീൻ വറുത്തതോ അങ്ങനെ കറി വെച്ചതിനും കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ മുട്ടയല്ല, ഇന്ന് മീൻ വറുത്തതുള്ളതുകൊണ്ട് മീൻ വറുത്തത് കൊടുത്തു വിട്ടു. അപ്പോൾ തലേദിവസം വറുത്തത് തന്നെ ബാക്കി ഏട്ടന് വേണ്ടിയിട്ട് 2 മാറ്റി വെക്കുന്നതാണേ. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞയിലയും 2 കുഞ്ഞു മത്തി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വറുത്തത്. അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ വാഴയിലേക്കകത്ത് അമ്മയുടെ നിർബന്ധം കേട്ടോ, വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് കൊടുക്കണം എന്നൊക്കെ. ഞാനാണെങ്കിൽ ചോറിനകത്ത് വെച്ചും കൊടുക്കും. അമ്മയ്ക്ക് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നിർബന്ധമാണ്. ഇലക്കകത്ത് പൊതിഞ്ഞിട്ട് മുട്ടയാണെങ്കിൽ ഇലക്കകത്ത് പൊതിഞ്ഞ് കൊടുക്കണം, അല്ലെങ്കിൽ മീൻ ഇലക്കകത്ത് പൊതിഞ്ഞ് കൊടുക്കണം, അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. ചിലപ്പം എനിക്ക് ഇല എടുക്കാൻ പോകാൻ വയ്യാത്തതുകൊണ്ട് ചിലപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ചോറിനകത്ത് തന്നെ വെച്ച് കൊടുക്കും. ഇപ്പം അമ്മ ഇല എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഇലക്കകത്ത് പൊതിഞ്ഞിട്ട് ഏട്ടൻ്റെ ബാഗ് നേരെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ ഞാനാണെങ്കിൽ മറന്നു പോകും. ബാഗിനകത്ത് വെച്ചില്ലെങ്കിൽ അവിടെ കാണാൻ വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മറന്നു കേട്ടോ. ഒരു ദിവസം അബദ്ധം പറ്റിയോണ്ട് പിന്നെ അബദ്ധം പറ്റാതിരിക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ ഏട്ടനും പോയിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ കാശിക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. ഇവന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മോടെ കാര്യം സമാധാനം ഉണ്ട്. അവളാണെങ്കിൽ ഭയങ്കര താമസം കഴിക്കാൻ വേണ്ടിയിട്ട്. അന്നാണ് ഈ പിള്ളേരെല്ലാം വീട്ടിലുള്ള ദിവസമാണ്. ഇപ്പോൾ ദേവമോൾ അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാൻ, കുഞ്ഞിക്ക് കൊടുക്കാൻ. പിള്ളേരെല്ലാം കഴിച്ചിട്ടാണ്, അവൾമാർ 2 പേരും കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ അവളെ ഉള്ളു കഴിക്കുന്നത്. കുഞ്ഞിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കാണെങ്കിൽ ഞാനൊരു മീൻ വറുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. മീൻ അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് അവൾ കഴിച്ചോളൂ. ഭയങ്കര കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്തിട്ട് അങ്ങ് കഴിക്കുന്നത് കേട്ടോ. മീനൊക്കെ കൊടുത്താൽ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നത്. പിള്ളേരുള്ളതുകൊണ്ട് തന്നെ രാവിലെ കൊച്ചു ടിവിയും തുറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഉപ്പുമാവ് കേട്ടോ കഴിക്കാൻ വേണ്ടി എടുത്തത്. ഉപ്പുമാവിൻ്റെ കൂടെ അച്ചാർ എടുത്തേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഉപ്പുമാവെന്ന് പറഞ്ഞ സാധനം ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനം കേട്ടോ. പിന്നെ രാവിലെ എന്തെങ്കിലും അരിയല്ലാത്ത എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പുമാവ് എടുത്തതാട്ടോ. അതുകൊണ്ട് അച്ചാർ എടുത്തേക്കുന്നല്ല. ഞാൻ അച്ചാർ കൂട്ടാറുണ്ട് കേട്ടോ. രാവിലെ കാപ്പിയുടെ കൂടെ അച്ചാർ എടുക്കാറില്ല. അത് അതൊക്കെ കഴിച്ചിട്ട് അമ്മ ഇവിടെ നിന്ന് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. അതിന് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നോക്കിയപ്പം കഴിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇഷ്ടം പോലെ തുണി കഴുകാൻ കിടക്കുന്നു. ഇത് ഞങ്ങളുടെ 3 പേരുടെ തുണി മാത്രമാണ്, ഒറ്റ ഒരു ദിവസം തുണി മാത്രമാണ്. പക്ഷെ ഇത്രയേ ഉണ്ടാവും. ഈ പിള്ളേരിങ്ങനെ അഴിച്ചിടുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ കഴുകിയിട്ട് വന്നിട്ട് ഇനി വിരിപ്പ് തന്നെ. സാധാരണ ഭയങ്കര വെയിലായിരിക്കും ഇവിടെ. ഇന്നെന്തോ വെയിൽ താന്ന് നിൽക്കുക. ഇന്നെന്തോ മഴക്കോളം ഉള്ളതൊരു കാലാവസ്ഥ കേട്ടോ. മങ്ങിയൊരു കാലാവസ്ഥ ആയതുകൊണ്ട് മാത്രമാണ്
ഇത്ര ആവേശത്തോടെ പോയി തുണി വിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പതുക്കെ എളുപ്പം ഞാൻ ഓടിപ്പോയി തുണി എങ്ങനെയും വിരിച്ച് മാറ്റാൻ നോക്കത്തേ ഉള്ളായിരുന്നു. കാരണം അത്ര പെരുവെയിലായിരിക്കും കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വെയിലിടുന്ന ഒരു സ്ഥലം കേട്ടോ ഞങ്ങളുടെ അവിടെ ഇത്. അങ്ങനെ ഞാൻ എൻ്റെ വിരിപ്പൊക്കെ കഴിയാനായി. പിന്നെ ഈ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പട്ടികളുടെ ഭയങ്കര ശല്യം കേട്ടോ ഇവിടെ. അത് ആൾക്കാരെ ഉപദ്രവിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ, ഇഷ്ടം പോലെ പട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ ഞാനാണ്ട് ദേവുവിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ കയറി പോവാം കേട്ടോ. ഇത്രയും തുണി വിരിക്കാനുണ്ടായിരുന്നു, ഇത്രയും തുണി അലക്കാനുണ്ടായിരുന്നു. അലക്കുന്നതാണല്ലോ ഭയങ്കര പണി. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അമ്മ ചെടിക്കൊക്കെ വെള്ളം നനച്ചിട്ടുണ്ട് രാവിലെ തന്നെ. എന്നാലും ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് ഇങ്ങനെ വാടിയേ നിൽക്കത്തുള്ളൂ കേട്ടോ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ മണ്ണാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മണ്ണാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഭയങ്കര പാടായിരിക്കും ചെടിയൊക്കെ പിടിച്ചു വരാൻ. ഇപ്പോൾ നോക്കിയപ്പോഴത്തേനും പിള്ളേരകത്തിരുന്ന് കളിക്കുക. കാശിയാണെങ്കിൽ എന്നെ കണ്ടപ്പോഴത്തേനും എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ബഹളമാണ്. പിന്നെ ഞാൻ അവനെ എടുത്തു കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കല്ലക്കാച്ചി ഇതിൽ കല്ലക്കാച്ചി പാപ്പ ചിന്നണം കുച്ചണം, പാപ്പ ചിന്നണം കുച്ചണം പാപ്പ ചിന്നണം. ഞങ്ങളവിടെ ഇരുന്നപ്പോൾ കേട്ടോ അമ്മമ്മ വരുന്നത് കണ്ടത്. അമ്മമ്മ പിന്നെ പിള്ളേരുണ്ടെങ്കിൽ എന്തേലും കയ്യിൽ കാണും കേട്ടോ. അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. ഒന്ന് മുട്ടായി അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും. ഇന്നാണെങ്കിൽ അമ്മമ്മ മാഗി കേട്ടോ കൊണ്ടുവന്നത്. അത് നോക്കിക്കേണ്ടത് അകത്ത് കയറി ഇപ്പോൾ ആണ്ട് ഇവിടെ എടുത്ത് പിണങ്ങി കിടക്കുന്നു. പിള്ളേരുമായിട്ടാണോ എന്തോ പിണങ്ങി കിടക്കും കേട്ടോ. ഞാൻ കുറേ വിളിച്ചിട്ട് അവൾ എണീറ്റ് വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുക, എണീറ്റ് വരാൻ പറഞ്ഞതിന് ഇങ്ങനെ തിരിഞ്ഞു നടന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഇവിടെ ഫുള്ള് കളിയാണ്. ഇത് പുതിയതായിട്ട് ഏട്ടൻ വാങ്ങിച്ചോണ്ട് വന്നൊരു ബോളായിരുന്നു. അപ്പം ബോൾ കിട്ടിയപ്പം കാശിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കൊന്ന് അതിനെ കളർ കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അവൾ കാശി എടുക്കുന്നതിന് അവൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, കുഞ്ഞ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇവർ മൂന്നുപേരുടെ കളിക്കുക. പിണക്കുകാരിയുടെ പിണക്കം അതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും പിണക്കൊക്കെ മാറിയിട്ട് കളിയിലോട്ടൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതിയെങ്കിൽ പിന്നെ ഇവർക്ക് കുറച്ച് കുറുക്കുണ്ടാക്കാമെന്ന്. ഇവർക്കല്ല, ഇതായിട്ട് കൂരകത്തിൻ്റെ കുറുക്കാണ്. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കാശിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് കുഞ്ഞിക്ക് ഇഷ്ടമാണ്. കുഞ്ഞിക്ക് പിന്നെ ചേച്ചിമാർ കഴിക്കാത്തതുകൊണ്ട് ചിലപ്പം കഴിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുഞ്ഞിക്ക് ഉണ്ടാക്കാൻ നിന്നില്ല. ഇത് കാശിക്ക് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിനകത്ത് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. അതിനകത്ത് ഞാൻ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ കരിപ്പേട്ടയൊക്കെ ചേർക്കാറുണ്ട്. ഇപ്പം പനങ്കൽക്കണ്ടവും കരിപ്പേട്ടയൊക്കെ തീർന്ന് കിടക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ശർക്കര ചേർത്തേ. പിന്നെ ഇത് മൂന്നും ഇല്ലെങ്കിൽ മാത്രമേ പഞ്ചസാരയിലോട്ട് തിരിയത്തുള്ളൂ. പഞ്ചസാര ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് നേർപ്പിച്ചിട്ട് മാത്രമേ അടുപ്പ് വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളിത് ആക്കിയിട്ട് പിന്നെ അടുപ്പ് വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് അടുക്കി പിടിക്കും. അതായത് നല്ലൊരു പെട്ടെന്ന് കട്ടിയാവുകയും ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പാല് ഞാൻ ഇതിനകത്ത് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കും. നല്ലപോലെ ഒന്ന് വെള്ളമാക്കി തന്നെ എടുക്കും കേട്ടോ. വെള്ളമാക്കി എടുത്തിട്ട് സ്വിമ്മിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് പറ്റിച്ചെല്ല കുറുക്കിയെടുക്കുക. ഒരു തവണ പിന്നെ ഇതുപോലെ കുറുക്കുണ്ടാക്കിയപ്പം അവളുമാർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തപ്പം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ, എൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ കുഞ്ഞാണെങ്കിലും അവൾ കാശിയുടെ അത്ര ഉള്ളപ്പം കൊടുക്കുമ്പോൾ കുറുക്ക് കഴിക്കുന്ന പ്രായത്തിൽ കൊടുക്കുമ്പോൾ ഒന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് പിന്നെയും കാശിക്ക് കൊടുക്കുന്നുണ്ടപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. പിന്നെ അവർക്ക് അമൃതം പൊടി ഇഷ്ടമാണ്. അമൃതം പൊടി എല്ലാവർക്കും ഒന്നിച്ചാണ് ഞാൻ കാച്ചി കൊടുക്കാറുള്ളത്. പിന്നെ അതുപോലെ കാശിക്ക് ഞാൻ ഏത്തക്കയുടെ കുന്നങ്കായുടെ പൊടിയും കൊടുത്തിട്ടില്ല. കുഞ്ഞിക്കാണെങ്കിൽ ഞാൻ നമ്മൾ പൊടിച്ചല്ലെങ്കിലും കുടുംബശ്രീക്കാരുടെ ഉൽപ്പന്നം ഉണ്ടല്ലോ അങ്ങനത്തേത് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവക്കാണെങ്കിൽ അങ്ങനെ എല്ലാം ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ കാശിക്കാണെങ്കിൽ ഈ കൂരക ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കുന്നങ്കായ ഒന്നും വാങ്ങിക്കാൻ നോക്കിയിട്ടില്ല. കൂരകത്തിന് പിന്നെ തണുപ്പ് കുറേ ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു ചുമയോടെ ഒരു പനിയുടെയൊക്കെ ലക്ഷണം വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങ് നിർത്തും. പിന്നെ 2-3 ദിവസം നിർത്തിയിട്ട് വീണ്ടും തുടങ്ങും. അങ്ങനെയൊക്കെയാണ് കൂരകം കൊടുക്കാറുള്ളത്. അമൃതം പൊടി ഇപ്പം കഴിച്ച് അവന് ഇഷ്ടമല്ലാതായിട്ടുണ്ട് കേട്ടോ. അമൃതം പൊടി ഇപ്പം ഭയങ്കര മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ അതിൻ്റെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുക്കി പിടിച്ച് ഒറ്റ പ്രാവശ്യം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ, നല്ല കട്ട പിടിക്കും. പിന്നെ അത് കട്ട മാറ്റാൻ അതിനേക്കാളും നമ്മൾ പാടുപെടേണ്ട ഒരു ഇളക്കി. അപ്പം നമ്മൾ അതിലും ഭേദം 5 മിനിറ്റത്തെ കാര്യമുള്ളപ്പം കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ കുടിക്കാൻ ഇഷ്ടമായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും നെയ്യ് ചേർക്കുമെന്ന് ചോദിച്ചാൽ എപ്പോഴും നെയ്യ് ചേർക്കാറില്ല കേട്ടോ. പാലുണ്ടെങ്കിൽ ഇതിപ്പം പാലൊഴിച്ചെങ്കിൽ നെയ്യ് ചേർത്ത്, പക്ഷെ ചിലപ്പം ഞാൻ പാലൊഴിച്ചെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാറില്ല. ഉണ്ടെങ്കിൽ ചേർക്കും, ഇല്ലെങ്കിൽ ചേർക്കത്തില്ല. അങ്ങനെ ഒരു ഇതാട്ടോ. അപ്പം ഞാൻ നെയ്യോട് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതൊന്ന്
തണുത്ത് കഴിഞ്ഞിട്ടേ മോന് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അത് നെയ്യെടുത്ത സ്പൂണായുണ്ട് കേട്ടോ, നെയ്യുടെ ഒരു വന്നേക്കുന്നത്. അപ്പോൾ ഇനി അത് തണുത്തിട്ട് മോന് കൊടുക്കാം. ഞാൻ കുറുക്കുണ്ടാക്കി വന്നപ്പോഴത്തേന് മുറിയുടെ കൊല ഇതായിട്ടോ, അവളെ തലേണയിലാണ് വലിച്ചിട്ടിട്ട് എല്ലാം ആളെ കളിയാണ്. എന്നിട്ട് ഞാൻ പറയും അവളാ ചെയ്തേ അല്ലെങ്കിൽ ഇവളാ ചെയ്തേ അപ്പുറത്താ ചെയ്തേന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു, അവനെ കുറുക്ക് കൊടുത്തിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നേരത്തെ ആണെങ്കിൽ ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടേ കുറുക്ക് കൊടുക്കത്തുള്ളായിരുന്നു. അപ്പം അത് പിന്നെ ഇരട്ടിപ്പണിയാന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പാകത്തില്ല കേട്ടോ. ഇപ്പം പിന്നെ കുറുക്കൊക്കെ കൊടുത്തിട്ട് പതുക്കെ കുളിപ്പിക്കത്തുള്ളൂ. പിന്നെ ഇവകന് കൊടുത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. അതുകൊണ്ട് പിന്നെ എളുപ്പം കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും, അവൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും. ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ എന്തൊക്കെ വിചാരിച്ചിട്ടും കഴിക്കത്തില്ല, തുപ്പി താഴെ ഇടും കേട്ടോ. നാക്കുകൊണ്ട് തുഴഞ്ഞ് അവൻ താഴെ ഇടും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവൻ കാക്കയൊക്കെ കണ്ടുകൊണ്ട് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൂരകം ആയതുകൊണ്ട് അവന് കുറച്ച് ഇഷ്ടമാണ്. അവളവിടെ നിന്നിട്ട് എന്തൊക്കെയോ കളിക്കുക കേട്ടോ. അവിടെ പിണക്കമൊക്കെ മാറിയിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാ അത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവന് കൊടുക്കട്ടെ ഇനി. കാച്ചി ആണ് നോക്ക അപ്പിക്കാച്ചി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ. കുളിക്കാൻ വേണ്ടി ഇപ്പം ഇവനാണെങ്കിൽ ഇപ്പം കുളിക്കാൻ മടിയില്ല, തലയിൽ മുഖത്തൊന്നും വെള്ളം ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നേരത്തെ ആണെങ്കിൽ കുളിപ്പിക്കാനൊരു പാടും ഇല്ലാത്തവനായിരുന്നു. ഇപ്പം പക്ഷേ അവനെ കുളിപ്പിക്കാൻ കുറച്ച് മെനക്കേടുള്ള പണിയാണ്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതാ ഞങ്ങൾ കയറി വരുന്നുണ്ട്. ഇനിയും ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം, ഇവനെ ഉറക്കിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ അതിനിടയ്ക്ക് അവളെയും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. ചോറിനാണെങ്കിൽ ഇന്ന് മോരുകറിയും തീയലും തോരനും ഒക്കെ ആയിരുന്നു കേട്ടോ. തോരനേ ഉള്ള രാവിലെ ഏട്ടൻ ഉണ്ടാക്കിയതിൻ്റെ കൂടെ ഉള്ളത്, ബാക്കി മോരുകറിയും തീയലൊക്കെ അമ്മ പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അവളാണെങ്കിൽ ഇപ്പം കുറച്ച് എരിവൊക്കെ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊരു ആശ്വാസമുണ്ട് കേട്ടോ. ഒരുപാട് എരിവ് കൂട്ടത്തില്ല, നമ്മളതുപോലെ എത്രയും എരിവ് കൂട്ടത്തില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ എരിവ് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് ഞാനും കഴിക്കാനിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ കളിയാട്ടോ. കളി കഴിഞ്ഞിട്ട് ഇവിടെ സമയമില്ല എന്ന് പറയും പോലെ ഇതാ മേശയുടെ മേളിൽ നോക്കണ്ട കേട്ടോ, അതെല്ലാം നമുക്ക് അടുക്കി പറക്കാനുള്ള തുണികളാണ്. ഞാൻ കഴുകിയിട്ട് കൊണ്ടിടുന്ന തുണികളാണ്. അത് പിന്നെ സമയം പ്രതി ഞാൻ കുറച്ച് മടക്കി മാറ്റുമെന്നേ ഉള്ളൂ. അപ്പം പിന്നെ ഏതാണ്ട് മോന് കഴിക്കാനുള്ള എടുത്തിട്ട് നെയ്യും ചോറൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ചിലപ്പം കറി കൂട്ടി കൊടുക്കും, മോര് കറി കൂട്ടി കൊടുക്കുന്നതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാൻ കരുതിയെങ്കിൽ നെയ്യ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാമെന്ന്. പക്ഷെ കഴിച്ചില്ല കേട്ടോ ആള്. കുറുക്ക് കുടിച്ചുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അവനെ ഒത്തിരി കഷ്ടത്തിലാക്കിയ രീതിയിൽ കൊടുക്കാറുമില്ല കേട്ടോ. കുറുക്ക് കുടിച്ചല്ലോ, അതുകൊണ്ട് അവനിങ്ങനെ തുഴഞ്ഞു കളയും. അത് ശരി, ഞങ്ങള് പാപ്പ കഴിച്ചു. കഴിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ ഇവളുമാരെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കും കേട്ടോ. ഇനിയിപ്പം ആ മാഗി എടുത്തത് ഉണ്ടാക്കി കൊടുക്കണം, അതാട്ടോ അടുത്ത പണി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നൊരു കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ചായക്കകത്ത് മുക്കി കുറച്ച് ബ്രെഡ് കഴിച്ചു കേട്ടോ. കുറച്ചല്ല, ഒരു ബ്രെഡ് ഞാൻ കഴിച്ചു. ദേവും എൻ്റെ കൂടെ കൂടിയിട്ട് ദേവും മോളും കഴിച്ചു കേട്ടോ. പിന്നെ വേറെ ബ്രെഡ് കഴിച്ചാൽ വേറെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് കഴിക്കുന്നു. മാഗി അത്ര നല്ല സാധനം അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ കണ്ടില്ല, ഞാൻ ബ്രെഡ് കഴിച്ചിട്ട് പിന്നെ അവൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഇത് കഴിഞ്ഞ ദിവസം ഏട്ടൻ വലിയൊരു പാക്കറ്റ് 4 or 5 അങ്ങനെ സ്ട്രിപ്പായിട്ടുള്ളതൊക്കെ വാങ്ങിച്ചതാട്ടോ കഴിഞ്ഞ ദിവസം, പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാട്ടോ ഞാൻ എടുക്കുന്നത് മാഗി. അപ്പോൾ എൻ്റെ കഴിപ്പ് കഴിഞ്ഞിട്ട് വേണം മാഗി ഉണ്ടാക്കി കൊടുക്കാൻ. അവിടെ ഇപ്പം ഭയങ്കര പൂര ബഹളം കേട്ടോ, മാഗി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുക്കർ എടുത്തതെന്ന് പറഞ്ഞാൽ ഇവർ മാല ഇട്ടേക്കുവാണല്ലോ, അതുകൊണ്ട് വേറെ നമ്മൾ മീനൊന്നും എടുക്കുന്ന പാത്രം എടുക്കണ്ടല്ലോ. ഈ കുക്കറാണെങ്കിൽ ഇപ്പം പുതിയ കുക്കറാണ്, അതുകൊണ്ട് നമ്മൾ ചിക്കനൊന്നും വേവിച്ചിട്ടില്ല കേട്ടോ അതിനകത്ത്.
ഇതാ മാഗിയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്കാണെങ്കിൽ മാഗിയൊക്കെ എങ്ങനെ അകത്ത് പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വേറെ എന്ത് കൊടുത്താലും ഇഷ്ടത്തോടെ ഇങ്ങനെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇവള് സൈഡ് കേട്ടോ. കുഞ്ഞിക്കാണെങ്കിൽ മാഗി നല്ല ഇഷ്ടമാണ്. എരിവൊന്നും കഴിക്കാത്ത അവൾ എങ്ങനെ ഈ എരിവോടെ ഈ മസാല കൂട്ടിയിട്ട് അവൾ കഴിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് ഈ ടേസ്റ്റ് അമ്മ പറയട്ടോ എപ്പോഴും ഇവിടെ ടേസ്റ്റ് വരാൻ വേണ്ടി എന്തോ ഒരു സാധനം എന്തോ സൂത്രം പ്രയോഗിച്ചിട്ടുണ്ടെന്ന്. ആ പറയുന്ന പോലെ മാഗിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ട്യൂഷൻ പഠിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ രാത്രി എനിക്ക് ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തിയും തീയലും കൂട്ടി ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.